നമസ്കാരം. പേളി മാണിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. സീമാജി നായരുടെ മറുപടി വൈറലാകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടി സീമാജി നായരുടെ ഒരു മറുപടിയാണ്. നടി വിസ്മയ മോഹൻലാലിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് സീമാജി നായർ രംഗത്തെത്തിയിരുന്നു. വിസ്മയെ പിന്തുണച്ചുകൊണ്ട് സീമ പങ്കുവച്ച കുറിപ്പിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും നിരവധി പേർ സീമയുടെ നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. വിസ്മയെ എന്തിനാണ് ഇത്രയധികം വിമർശിക്കുന്നതെന്നും സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇപ്പോൾ ഇല്ലേ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു സീമയുടെ കുറിപ്പ്. സീമയുടെ ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും പല അഭിപ്രായങ്ങളും ഉണ്ടായി. അതിനിടയിലാണ് ഒരാൾ സീമയെ വിമർശിച്ചുകൊണ്ട് ഒരു കമന്റുമായി എത്തിയത്. പേളി മാണിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ സീമ എവിടെയായിരുന്നു എന്നായിരുന്നു കമന്റിലൂടെ ചോദിച്ചത്. പേളി മാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ? അപ്പോൾ നിങ്ങൾ നന്മമരമൊന്നുമല്ല, ഫേക്കാണ്. മോഹൻലാലിനെ സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. എന്നാൽ പേളി മാണിയെയോ രേണു സുധിയെയോ പോലുള്ളവരെ പിന്തുണച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാനുള്ളത് എന്നായിരുന്നു കമന്റ്. കമന്റ് കുറച്ച് കടുത്ത രീതിയിലായിരുന്നു. എന്നാൽ ഇതിന് സീമാജി നായർ നൽകിയ മറുപടി അതിലും ചുരുക്കമായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങി, അത്രമാത്രം. പക്ഷേ ഈ 4 വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വിമർശനത്തിന് നീണ്ട മറുപടിയൊന്നും നൽകാതെ വളരെ ചുരുക്കത്തിൽ സീമ നൽകിയ മറുപടി കൃത്യമായ മറുപടിയാണെന്നാണ് പലരും പറയുന്നത്. സീമയുടെ മറുപടിക്ക് താഴെയും നിരവധി പേർ പിന്തുണയുമായി എത്തുന്നുണ്ട്. വിമർശനം വന്നപ്പോൾ അതേ രീതിയിൽ തിരിച്ചടിക്കാതെ വളരെ ശാന്തമായി മറുപടി നൽകിയെന്നാണ് ചിലരുടെ അഭിപ്രായം. അതേസമയം സീമാജി നായർ വിസ്മയ മോഹൻലാലിനെ പിന്തുണച്ച് എഴുതിയ പോസ്റ്റും ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഇത്രയധികം വലിച്ചു കീറാൻ ഈ മോൾ എന്താണ് ചെയ്തത് എന്നായിരുന്നു സീമയുടെ ചോദ്യം. ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ എന്നും സീമ ചോദിച്ചിരുന്നു. ഒരാൾ പറയുന്ന അഭിപ്രായം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ വ്യക്തിയെ എന്തിനാണ് ഇത്രയും മോശമായി ആക്രമിക്കുന്നത് എന്നും സീമ തൻ്റെ കുറിപ്പിലൂടെ ചോദിച്ചു. ചില കമന്റുകൾ വായിക്കുന്ന നമുക്ക് പോലും സഹിക്കാൻ കഴിയുന്നില്ലെന്നും സീമ പറഞ്ഞിരുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ഒരാളുടെ രാഷ്ട്രീയ നിലപാട് ഇഷ്ടപ്പെടാതിരിക്കാം. എന്നാൽ അതിൻ്റെ പേരിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും മോശമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്നാണ് സീമയുടെ നിലപാട്. ഈ പോസ്റ്റിന് പിന്നാലെയാണ് സീമയ്ക്കെതിരെ ഒരാൾ പേളി മാണിയുടെ വിഷയം ഉയർത്തിയത്. അതിന് സീമ നൽകിയ അപ്പോൾ ഞാൻ ഉറങ്ങി എന്ന മറുപടി കൂടി വന്നതോടെ സംഭവം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. സീമയ്ക്കെതിരെയും അതുതന്നെയാണ് സംഭവിച്ചത്. പേളി മാണിക്കെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ സീമ പ്രതികരിച്ചില്ലെന്നും എന്നാൽ ഇപ്പോൾ വിസ്മയയ്ക്ക് പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചാണ് വിമർശനം ഉയരുന്നത്. അതിന് സീമ വിശദീകരണങ്ങളൊന്നും നൽകാതെ അപ്പോൾ ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞതോടെ ആ മറുപടിയും ശ്രദ്ധ നേടുകയാണ് ഉണ്ടായത്. അതേസമയം സീമയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരും വിമർശിക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെയുണ്ട്. ചിലർ പറയുന്നത് ഒരാൾക്ക് എല്ലാ വിഷയങ്ങളിലും ഒരേ സമയം പ്രതികരിക്കാൻ കഴിയണമെന്നില്ല എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഒരേ തരത്തിലുള്ള വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾക്ക് അവകാശമുണ്ടെന്നാണ്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സീമയുടെ ആ ചെറിയ മറുപടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ വിശദീകരണമില്ല, വാദപ്രതിവാദമില്ല, നീണ്ട പോസ്റ്റുമില്ല, വിമർശനത്തിന് ഒരു ചെറിയ മറുപടി മാത്രം. അതേസമയം വിസ്മയ മോഹൻലാലിനെ പിന്തുണച്ച് സീമ എഴുതിയ കുറിപ്പും ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വ്യക്തിപരമായ ആക്രമണം നടത്തുന്നത് ശരിയല്ലെന്നാണ് സീമയുടെ നിലപാട്. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് പിന്നിൽ നിരവധി കമന്റുകൾ വരും. അതിൽ നല്ലതും മോശമായതും ഉണ്ടാകും. പക്ഷേ അഭിപ്രായ വ്യത്യാസം വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. വിസ്മയുടെ കാര്യത്തിലും സീമ ചൂണ്ടിക്കാട്ടിയത് ഇതുതന്നെയാണ്.